മാണി സാറ് മന്ത്രിയാകുന്നു, ആഭ്യന്തരമന്ത്രിയായതിനിടയ്ക്ക് അതും ശ്രീ കരുണാകരനെ മാറ്റിക്കൊണ്ട്, ചെറിയ ആളെയൊന്നുമല്ല മാറ്റിയത്, ശ്രീ കെ കരുണാകരനെ മാറ്റി അവിടെ ആഭ്യന്തര പദം കൊണ്ടുവരുന്നു. ആഭ്യന്തര വകുപ്പ് ഏറ്റെടുത്തിട്ട് വളരെ ശക്തമായ രീതിയിൽ അവിടെ പ്രവർത്തിക്കുന്നു. രാജൻ കേസിൽ പോലീസുകാരെയൊക്കെ ഒന്നൊന്നായിട്ട് തൂക്കിയെടുക്കുന്നത് മാണി സാറാണ്. തൻ്റെ അടിയായിരുന്നു എന്നല്ലേ? അത് ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴാണല്ലോ വലിയ പ്രക്ഷുബ്ധമായ രംഗങ്ങളെല്ലാം ഉണ്ടായത്. ഞാൻ ആഭ്യന്തരമന്ത്രിയായപ്പോഴാണ് എന്ന് പറഞ്ഞാൽ രാജൻ കേസിൻ്റെയൊക്കെ അതിന്മേലൊക്കെ നടപടിയെടുക്കേണ്ടി വന്നത് ഞാൻ നിർബന്ധിതനായി. അപ്പോൾ വലിയ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു, നടപടികളെടുക്കേണ്ടി വന്നു, പല പല കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. ഒന്ന് പതറിയോ? ഞാനൊന്നും മുഖം നോക്കാതെ അന്ന് പതറിയോ? ഒന്ന് ചെറുതായിട്ടൊന്നും പതറിയില്ല. വളരെ ധീരമായി തന്നെ ധൈര്യം തന്നത് മാണി സാർ ആഭ്യന്തര മന്ത്രിയായിരുന്നപ്പോൾ പ്രവർത്തിക്കുകയുണ്ടായി. ആരെങ്കിലും പ്രധാനമായിട്ട് ധൈര്യം തരാനുണ്ടായിരുന്നു? അല്ല, എനിക്ക് എൻ്റെ ആന്തരികമായി തന്നെ എനിക്ക് അതിൻ്റെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. ആന്തരിക ഊർജ്ജമാണ് മാണി സാറിനെ നയിക്കുന്നത്. ബാഹ്യശക്തികളുടെ നിയന്ത്രണവും വേണ്ടതില്ല, അവരുടെ ഊർജ്ജവും വേണ്ടതില്ല. ഇത് ഓർമ്മ വെക്കണ കേട്ടോ. അത് വെക്കാം. നയനാർ മന്ത്രിസഭ അല്ല, അതിന് മുമ്പ് വേറൊരു കാര്യമുണ്ടല്ലോ. ഈ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, സ്ലിപ്പ് ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്പ്. ഒരു പക്ഷേ ആ ചെല്ല് ഏറ്റവും കൂടുതൽ മനസ്സിലെങ്കിലും ഉച്ചരിക്കുന്ന ഒരാൾ വേറൊരാളല്ല, അത് മാണി സാറായിരിക്കും. ഞാൻ പറഞ്ഞ പുരളും മാണി സാറിന് പിടികിട്ടി. സ്ലിപ്പ്, ചായക്കോപ്പയ്ക്കും ചുണ്ടിനിടയിലുള്ള ഒരു സ്ലിപ്പ് തെന്നിപ്പോയി. ഞാൻ ആ മുഖത്തിൻ്റെ ഭാവം നോക്കട്ടെ, ഒരു സെക്കൻഡ് ആയിട്ട്. മാണി സാർ, ഇതൊക്കെ ദൗർഭാഗ്യകരമാണോ അതെയോ അനിവാര്യമായി സംഭവിക്കുന്നതാണോ? അതൊക്കെ ഇങ്ങനെ ഓരോന്ന് രാഷ്ട്രീയത്തിൽ ഇങ്ങനെ കിടക്കില്ലേ? ഇതുണ്ടെങ്കിൽ നമ്മളൊന്നും ഇതിനൊക്കെ ഇത് ഓർത്ത് ചിന്തിക്കുകയും പരിതപിക്കുകയും നിരാശപ്പെടുകയൊക്കെ ചെയ്യുന്നതിലാണ്. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ളവരൊന്നും രാഷ്ട്രീയത്തിന് കൊള്ളില്ല. ഏതിനെക്കുറിച്ച് നിരാശപ്പെടുന്ന കാര്യം ഇദ്ദേഹം പറഞ്ഞ ബ്രിട്ടാസ് പറഞ്ഞ കാര്യം ഞാൻ ഒന്നും പറഞ്ഞില്ല. അല്ല, ഞാനും ഒന്നും പറഞ്ഞില്ലല്ലോ. രണ്ട് പ്രാവശ്യം ഞാനന്ന് കൃത്യമാക്കാം. മാണി സാർ എൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് രണ്ടാമത്തെ പ്രാവശ്യം കറക്റ്റായിട്ട് ചോദിക്കും. 2 പ്രാവശ്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ അല്ലെങ്കിൽ കേരളത്തിൻ്റെ അമരക്കാരനാകാനുള്ള അവസരം മാണി സാറിന് ഈ സ്ലിപ്പിൽ നഷ്ടമായിപ്പോയി. അതിൽ നിരാശപ്പെടേണ്ട കാര്യമില്ലെന്നാണ് മാണി സാറ് മുമ്പ് പറഞ്ഞത്. പക്ഷേ നിരാശപ്പെടുന്ന ഒരുപാട് ആൾക്കാർ, എനിക്ക് വ്യക്തിപരമായൊരു നിരാശയുണ്ട്. ഞാൻ സത്യസന്ധമായിട്ട് പറയാം. മാണി സാറിന് ഒരു ആരാധനയല്ലേ ഞാൻ? അതെ. സംശയമുണ്ടോ മാണി സാറിന്? ഇല്ല, ഉറപ്പ്. എന്തൊരു സംശയമുള്ള പോലെ മാണി സാർ പറയണേ. ആരാധകനല്ലെങ്കിലും സ്നേഹിതനാണ്, വളരെ ഗുണകാംക്ഷയാണ്, വെൽവിഷറാണ്. 2 പ്രാവശ്യം മാണി സാറിന് സംഭവിച്ച സ്ലിപ്പ് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൻ്റെ യഥാർത്ഥ വഴിത്താരയിൽ സംഭവിക്കുമായിരുന്ന വലിയ വലിയ മാറ്റങ്ങൾക്ക് വഴിതിരിച്ചു വിടാൻ വേണ്ടി അത് പ്രേരകമായി. ഒരുപക്ഷെ കേരള രാഷ്ട്രീയം മാറി മറിഞ്ഞ് PKV രാജിവെച്ച ശേഷം താങ്കൾ മുഖ്യമന്ത്രിയാകേണ്ടത്, പക്ഷേ നറുക്ക് വീണത് CH. മാണി സാർ എന്തൊക്കെയാണെങ്കിലും മാണി സാർ ഇത്രത്തോളം എന്താ പറയണ്ട ഒരു ഹാർഡ് കോർ പൊളിറ്റീഷ്യനാണെന്ന് പുറത്തേക്കൊരു ഭാവം നടത്തുമ്പോഴും മാണി സാറിൻ്റെ മനസ്സ് നമുക്കറിയാം. പഴയ പാട്ട് പോലെയാണ്, ഉള്ളിൽ മറ്റേ കരിമ്പിൻ്റെ തുണ്ടാന്ന് എനിക്കറിയാം. ഇടയ്ക്ക് ഒന്ന് മനസ്സിൽ മന്നം ചെയ്യുമ്പോൾ ഒരു വിഷമം തോന്നും. ഒരു വിഷമം തോന്നുന്നു. അന്നെന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചു മാണി സാറ്? ഒരു വിഷമം തോന്നിയില്ല. CH മുഖ്യമന്ത്രിയായി, അതെന്താ വിഷമം ഇരിക്കുന്നു?